പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ശഅബാൻ മാസത്തിൻ്റെ 4-ാമത്തെ തിങ്കളാഴ്ച പകൽ. നമുക്കറിയാമല്ലോ, ശഅബാൻ അത് സ്വലാത്തിൻ്റെ മാസമാണ്. അപ്പോൾ സ്വലാത്ത് നമ്മൾ സാധാരണ ഒരുപാട് ചെല്ലാറുണ്ട്. പക്ഷേ ശഅബാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരു ഹദീസാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തോളം ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരുന്നതാണ്. മാത്രമല്ല, അടുത്ത ശഅബാൻ മാസം വരെ അള്ളാഹു തആല 1000 മലക്കുകളെ ഇവനെ ഏൽപ്പിക്കുമെന്നാണ്. ഇവനെ സംരക്ഷിക്കാൻ 1000 മലക്കുകളെ ഏൽപ്പിക്കും. മാത്രമല്ല, ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നടക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. എന്താ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അപ്പോൾ എത്ര സ്വലാത്ത് ചൊല്ലണം, ഏത് സ്വലാത്ത് ചൊല്ലണം, എങ്ങനെ സ്വലാത്ത് ചൊല്ലണം, എന്തൊക്കെയാണ് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം, മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ. ഒരുപാട് പേര് ചതിയിലും വഞ്ചനയിലും ഒക്കെ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ കാലത്തുള്ള ചതി, വഞ്ചന, കള്ളക്കേസുകൾ എല്ലാത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഒരു വഴിയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല നമ്മുടെ അമലിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള രോഗങ്ങൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളാണോ പറഞ്ഞത് എല്ലാം പടച്ച തമ്പുരാൻ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 4-ാമത്തെ തിങ്കളാഴ്ച ദിനമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇനി ചുരുങ്ങിയ 10-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് റമളാനിലേക്ക് ഉള്ളത്. വിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് മുമ്പ് പരിപാവനമായ ഈ ശഅബാനിൻ്റെ ചുരുങ്ങിയ ഈ ദിവസങ്ങളിൽ ഇൻഷാ അള്ളാഹ് ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റിയ ചെറിയൊരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പല വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ വാരാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഒരു ആഴ്ചയിലെ അമലുകൾ അല്ലാഹു തആല അവൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അമലുകൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തികൾ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ഈ 4 ദിവസത്തെ അമലുകൾ ഇന്ന് മഗ്രിബോട് കൂടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുക എന്നാണ്. 2 കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് വെളുത്ത രൂപത്തിൽ അബീളായിട്ട് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. 2 കാര്യങ്ങൾ ഇല്ല എങ്കിൽ അസ്വദായി, അതായത് കറുത്ത രൂപത്തിലായിരിക്കും അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുക. ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും ഉള്ളതാണ്. അപ്പോൾ എന്താണ് 2 കാര്യം? ഒന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയും. അതല്ലാതെ പിന്നെ എപ്പോഴാണ് പറയുക? പിന്നെ പറയാറില്ലല്ലോ. അങ്ങനെ പറയണമെന്നാണ്. നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസത്തിൽ. അപ്പോൾ ഇസ്തിഗ്ഫാർ നമ്മൾ എത്രമാത്രം അധികരിപ്പിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകൾ വെളുത്തായിരിക്കും ഉയർത്തപ്പെടുക, വെള്ള രൂപത്തിലായിരിക്കും ഉയർത്തപ്പെടുക. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ട്. നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് റമളാനിലേക്കുള്ളത്. റമളാൻ വന്നിട്ട് നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ പൊറുപ്പിക്കാം എന്നല്ല കരുതേണ്ടത്. റമളാനിനെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടവരായിട്ടാണ് റമളാനിനെ സ്വീകരിക്കേണ്ടതെന്നാണ്. റമളാൻ വന്നിട്ട് പാപം പൊറുപ്പിക്കലല്ല, റമളാനിനെ എന്താണ് സ്വീകരിക്കേണ്ടത്? പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിച്ചവരായിട്ടായിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനെന്താ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിനൊക്കെ മുമ്പ്, മഗ്രിബിന് തൊട്ട് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്റൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് പറഞ്ഞാൽ ഉമ്മമാർക്കൊക്കെ എന്ത് എളുപ്പമാണ്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു സമയത്ത്
സമയത്തൊക്കെ ജോലി തിരക്കായിരിക്കും, എന്തെങ്കിലും അടുക്കളയിൽ പണിയൊക്കെ ആയിരിക്കും. ആ പണി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ദിക്ർ പറയാം. അതുപോലെ ഉപ്പമാർക്കും പറയാം. ഏത് സമയത്തും ഏത് സ്ഥലത്തിരുന്നും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ. അതൊരു ഇസ്തിഗ്ഫാർ കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ എത്രമാത്രം അധികരിപ്പിക്കുന്നു, അങ്ങനെ ഇത് ഉള്ളിടത്തോളം കാലം, ഇസ്തിഗ്ഫാർ ഉള്ളിടത്തോളം കാലം നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് വെളുത്ത രൂപത്തിൽ ഉയർത്തപ്പെടും. അതോടൊപ്പം തന്നെ മറ്റൊരു അമലാണ് സ്വലാത്ത്. സ്വലാത്തും ഇസ്തിഗ്ഫാറും അത് നമ്മൾ എത്രമാത്രം കൂടുതൽ ചൊല്ലുന്നോ, കൂടുതൽ പറയുന്നോ, അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അമലുകൾ വേഗത്തിൽ സ്വീകരിക്കപ്പെടുമെന്നാണ്. അങ്ങനെ സ്വീകരിക്കപ്പെടണം. കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ അത് ആകാശ ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇസ്തിഗ്ഫാറും സ്വലാത്തും കൂടുതൽ ചെല്ലുന്നതോടൊപ്പമാണ് അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ പറ്റിയൊരു ദിവസമാണ്. അതോടൊപ്പം തന്നെ സ്വലാത്ത് കണ്ടമാനം എന്ന് സാധാരണ ഈ മലയാള ഭാഷയിൽ പഴയ കാരണവന്മാർ പറയും, ഒരുപാട് എന്നതിന് കണ്ടമാനം എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് കണ്ടമാനം ചൊല്ലണമെന്നാണ്, ഒരുപാട് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് അതിന് ഏകദേശം ഇനി ഷഅബാൻ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. എൻ്റെ മാസം എന്ന് പറയാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത്. അതായത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്ന ആ ആയത്ത് ഇറങ്ങിയ മാസമാണ് ഷഅബാൻ. പിന്നെയോ നബിതങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് എല്ലാവർക്കും ശഫാഅത്ത് ഉണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മാസമാണ് ഷഅബാൻ. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി സ്വലാത്ത് അധികരിപ്പിക്കണമെന്നാണ്. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്, പോരാ. തിങ്കളാഴ്ച രാവിലും പകലിലും സ്വലാത്ത് ചൊല്ലണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കപ്പെട്ട ദിവസം അതൊരു തിങ്കളാഴ്ച ദിവസമാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഒരു മനുഷ്യന് ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഏതെങ്കിലും ഒരു ദിവസമേ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂ, 2 ദിവസം പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പാണ്. കാരണം അത്രമാത്രം ശ്രേഷ്ഠത ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. തിങ്കളാഴ്ച ദിവസത്തിന് ഒരുപാട് ഫളീലത്തുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് പഴയ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഷഹ്റു സ്വലാത്ത്, സ്വലാത്തിൻ്റെ മാസമെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഈ ഷഅബാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് നമുക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. ഉസ്താദ്, നിങ്ങൾ എന്തോരം സ്വലാത്താ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ എപ്പോൾ ചൊല്ലും, ഇതൊക്കെ ഇത് ഉള്ളതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത എത്ര സ്വലാത്താണെന്നറിയോ? നമ്മൾ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് കേട്ടിട്ടുണ്ട്, താജു സ്വലാത്ത് കേട്ടിട്ടുണ്ട്, ഞാരിയത്ത് സ്വലാത്ത് കേട്ടിട്ടുണ്ട്, സ്വലാത്തുൽ ഫാത്തി. ഈ ശ്രേഷ്ഠമായ സ്വലാത്തല്ലാതെ എത്രയോ സ്വലാത്താണെന്നറിയോ? ഓരോ കാര്യം നേടിയെടുക്കാൻ ഉള്ള കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ഒരു സ്വലാത്തുണ്ട്, കുടുംബത്തിൽ ഖൈറുണ്ടാവാൻ വേറെ സ്വലാത്തുണ്ട്, മക്കളുണ്ടാവാൻ വേറെ സ്വലാത്തുണ്ട്, മക്കൾ നന്നാവാൻ ഇങ്ങനെ ഓരോ കാര്യത്തിനും സ്വലാത്ത് മഹത്തുക്കളായ ഉലമാക്കളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അഫ്ളലു സ്വലവാത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വലാത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് പറയും? അപ്പോൾ ഈ പറയുന്ന സ്വലാത്ത് വെറുതെ ഞാൻ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുന്ന സ്വലാത്തൊന്നുമല്ല. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരും മഹത്തുക്കളായ ആളുകളൊക്കെ അവരുടെ കിതാബുകളിൽ അവരെന്നൊക്കെ പറഞ്ഞ ആരാ? നമ്മുടെ ഈമാനും അവരുടെ ഈമാനൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ വെറുതെ എന്താ പറയുക, ഒന്നുമല്ലാത്ത രൂപത്തിലാണ്, ഒന്നുമല്ല നമ്മളൊക്കെ. അവരൊക്കെ ഒരുപാട് അമലുകൾ ചെയ്ത് നബിതങ്ങളുടെ സ്വപ്നം കണ്ട്, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വപ്നം കണ്ട്, നബിതങ്ങളുടെ കൈ മുസാഫഹ ചെയ്ത്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ സ്വലാത്ത് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞുതരാം. ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ആദ്യം നമുക്കത് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ചാണ് ഒരാളുടെ നാവിൽ നിന്നും സ്വലാത്ത് വരുന്നത്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നബിതങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഒരാളെ നബിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ചായിരിക്കും അവൻ്റെ നാവിൽ നിന്ന് സ്വലാത്ത് വരിക എന്ന്. പഠിച്ചവനെ, അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾക്ക് എത്ര സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുന്നത്? സ്വലാത്ത് ചൊല്ലാത്ത എത്രയോ ദിവസങ്ങളുണ്ട്. എന്നാൽ നമ്മളെ നബിതങ്ങളെ എല്ലാ ദിവസവും എല്ലാ വക്കത്ത് നമസ്കാരത്തിന് ശേഷം നമുക്ക് വേണ്ടി നബിതങ്ങൾ ദ്വാരക്കുമായിരുന്നു എന്നാണ്. എല്ലാ വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ പേരറിയില്ല, അതുപോലെ തന്നെ നമ്മൾ ഏത് നാട്ടുകാരാണെന്നറിയില്ല. അത് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ നബിതങ്ങൾ അറിയും.
പക്ഷേ നമ്മളില്ലാത്ത കാലത്ത്, നമ്മൾ ഇവിടെ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി നമ്മൾ വരാനിരിക്കുന്ന ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി നബിതങ്ങൾ ദുആയിരുന്നു എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നു അത്രമാത്രം സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുമെന്നാണ്. ഇവിടെ നമ്മൾ ഈ ശഅബാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം, ഇന്നല്ലാഹ വ മലായികത്തഹു എന്നൊരു ആയത്ത്. ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു തആല ഖുർആനിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം അത് സ്വലാത്താണ്. ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും നിസ്കരിക്കണം, അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ മലക്കുകളും നോമ്പ് പിടിക്കുന്നുണ്ട്, നിങ്ങളും നോമ്പ് പിടിക്കുക മുഅ്മിനീങ്ങളെ, അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നു, ഞാനും എൻ്റെ മലക്കുകളും ഉംറ ചെയ്യുന്നു, ഞാനും എൻ്റെ മലക്കുകളും ഖുർആൻ ഓതുന്നു, ഞാനും എൻ്റെ മലക്കുകളും ദിക്ർ ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റും എന്ത്? ഒരു കാര്യം മാത്രം, ഞാനും എൻ്റെ മലക്കുകളും അള്ളാൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് മുഅ്മിനീങ്ങളായ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീറൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ ഇമാം ഗസ്സാലി. ആരാ ഗസ്സാലി ഇമാം? ഏതോ ഒരു തലക്കെട്ടുള്ള മൊയിലിയാർ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് ഗസ്സാലി ഇമാം 5-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഈ പുതിയ വാദഗതികൾ, പുതിയ നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ ഒരുപാട് കണ്ടുണ്ടായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ദൈവമില്ല എന്ന് വാദിക്കുന്ന, ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ആളുകളെ നേരിടാൻ മുസ്ലിം ലോകം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി. ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലാണ് മഹാനവറുകൾ ചിന്തിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ മഹാനായ ഇമാം ഗസ്സാലി തങ്ങളാണ് അവിടുത്തെ കിതാബിൽ പറയുന്നത്, ഒരാൾ ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ, ശഅബാനിൽ എത്ര സ്വലാത്ത്? ശഅബാൻ എന്ന് പറയുന്ന 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ഖലല്ലാഹു ലഹു 100,000 ഹാജ, 1,00,000 ആവശ്യങ്ങൾ അല്ലാഹു തആല അവനിക്ക് നിറവേറ്റി തരും. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങൾ എന്തിട്ടാ പറയണേ? 1,00,000 ആവശ്യമോ? നമുക്ക് 1,00,000 ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലേ? നമുക്ക് കൂടിപ്പോയാൽ ഒരു 10-25 ആവശ്യം ഉണ്ടാവും. നമുക്ക് വീട് വെക്കണം, മകളെ കെട്ടിക്കണം, കാറ് വേണം, അതുപോലെ തന്നെ കച്ചവടം ഒന്ന് സെറ്റാവണം, കുറച്ച് നല്ല ഭക്ഷണം വേണം, അങ്ങനെ എടുത്തുവെങ്കിൽ 10-25 ഉണ്ടാവും. 1,00,000 ഒന്നും ഉണ്ടാ. അതായത് 1,00,000 ആവശ്യം ഉണ്ടെങ്കിലും അത് നമുക്ക് നിറവേറ്റി കിട്ടാൻ പറ്റിയ ഒരു കാര്യമാണ് ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുക. ഇപ്പോൾ ശഅബാൻ ഇപ്പോൾ 20-ലധികം ദിവസം ഇപ്പോൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ അല്ലേ? അൽഹംദുലില്ലാ, ഓരോ ദിവസവും നമ്മൾ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസ്, അതായത് ദിക്റിൻ്റെ മജ്‌ലിസിൽ തന്നെ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ നിസ്കാരത്തിന് ശേഷം അല്ലാതൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 500 സ്വലാത്തായി എന്ന് വിചാരിക്കുക. പിന്നെ ചിലപ്പോൾ അതിൽ കൂടാം കുറയാം, ഒരു 500 നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇനിയുള്ള ഒരു 500 സ്വലാത്ത് ഇനിയുള്ള ദിവസം നമ്മൾ ഒന്ന് ചൊല്ലിയാൽ നമുക്ക് വേഗത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റും. അതായത് ശഅബാൻ മാസത്തിൽ ഒരു 1000 സ്വലാത്ത് എന്ന കണക്ക്, ശഅബാൻ്റെ മൊത്തം ദിവസം കൂട്ടി ഒരു 1000 സ്വലാത്ത്. ഇത് തലമറിയേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും നീളം കൂടിയ ഒരു സ്വലാത്താണ് താജ് സ്വലാത്ത്, അത്യാവശ്യം വലിപ്പമുള്ള. അത് ഓതണമെന്നല്ല, സ്വലാത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സ്വലാത്തുമാവാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു സ്വലാത്താണ്, മതി, അത് മതി. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതൊരു സ്വലാത്താണ്, അത് മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി, അത് മതി. ഇങ്ങനെ ഒരുപാട് സ്വലാത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം സ്വലാത്ത് മതി, സ്വലാത്തായാൽ മതി. ആ സ്വലാത്ത് 1000 നമ്മൾ ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ഖലല്ലാഹു ലഹു 100,000 ഹാജ, അവനിക്ക് അല്ലാഹു 1,00,000 വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. പിന്നെയോ തീർന്നില്ല, വീണ്ടും മഹാനവറുകൾ പറയുന്നു, ഖതബല്ലാഹു ലഹു 100,000 ഹസന, അല്ലാഹു തആല 1,00,000 നന്മകൾ കൊടുക്കുമെന്നാണ്. 1,00,000 നന്മ എന്ന് പറഞ്ഞാൽ എന്താ? അത് അല്ലാഹു അലം. 1,00,000 നന്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുക, അതൊരു നന്മയാണ്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുക, അതൊരു നന്മയാണ്. അതുപോലെ നല്ലൊരു വീടുണ്ടാവുക, അതൊരു നന്മയാണ്. നമ്മുടെ മക്കളൊക്കെ ഒന്ന് നന്നാവുക, അത് നന്മയാണ്. ആഖിറത്തിൽ നമ്മൾ വിജയിക്കുക, അതും നന്മയാണ്. നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് താഴുക, അത് നന്മയാണ്. സിറാത്ത് പാലം വേഗത്തിൽ കടക്കുക, അതൊക്കെ. അപ്പോൾ ആ 1,00,000 നന്മകൾ, ദുനിയാവിലെ ആഖിറത്തിലെ 1,00,000 നന്മകൾ അള്ളാഹു നമുക്ക് തരുന്നതാണ്. തീർന്നോ? ഇല്ല. വീണ്ടും പറയുന്നു, മഹാഅൻഹു 100,000 സയ്യിഅ, യാ അല്ലാഹ്, 1,00,000 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്.
പാപങ്ങൾ മായ്ച്ചു കളയും. നമ്മൾ 1,00,000 പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ? അള്ളാഹു അലം, അത്രയൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മളൊക്കെ ഈ കുറഞ്ഞ കാലത്ത് അത്രയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു അലം. കാരണം ഓരോ ദിവസം പറയുന്ന വാക്ക്, കേൾക്കുന്ന കേൾവി, ചിന്തിക്കുന്ന ചിന്ത, കാണുന്ന കാഴ്ച, ഇതൊക്കെ എന്താണ്? തെറ്റായി ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ അത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വീണ്ടും മഹാൻ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു തീർക്കുന്നില്ല, വീണ്ടും പറയുന്നു, 1000 മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിക്കും. ആർക്ക് വേണ്ടി? ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയവന് വേണ്ടി. ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലിയവനെ അല്ലാഹു തആല 1000 മലക്കുകളോട് ഏൽപ്പിക്കും. എന്നിട്ട് അല്ലാഹു തആല പറയും, ഇവൻ്റെ ജീവിതത്തിൽ ഇനി അടുത്ത ശഅബാൻ വരെ, ഇവൻ്റെ ജീവിതത്തിൽ അടുത്ത ശഅബാൻ വരെ ഉണ്ടാകുന്ന ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, ചതി, വഞ്ചന, കള്ളക്കേസ്. ചതി, വഞ്ചന എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയോ ചതികളാണ്. ഓരോ ദിവസം നമ്മുടെ മൊബൈലിലേക്ക് ചില കോളുകൾ വരും. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്നാലിന്ന ഞങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുന്നതാണ്, നിങ്ങൾ ഒരു കുടിശ്ശിക ഉണ്ട്, അതിപ്പോൾ തന്നെ തീർക്കണം, ഒരു OTP വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കള്ള കോളുകൾ വരും, കള്ള മെസ്സേജുകൾ വരും. ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പല ഓഫറുകൾ പറയും. ഒരുപാട് പേര് അതിൽ പെട്ടുപോയിട്ടുണ്ട്. കച്ചവടത്തിൽ, കൂട്ടുകച്ചവടത്തിന് വേണ്ടി ഇപ്പോൾ ഷെയർ ചേർന്നിട്ട് നമുക്ക് കച്ചവടം നടത്താമെന്ന് പറയും. അങ്ങനെ പറ്റിക്കപ്പെടുന്നവരുണ്ട്. കച്ചവടത്തിൽ പറ്റിക്കപ്പെടുന്നവർ ഒരുപാട് ചെറുപ്പക്കാർ അങ്ങനെ ഒരു പ്രശ്നത്തിലകപ്പെട്ട്, അതായത് ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന പെണ്ണിന് മാനസികമായ വിഭ്രാന്തി ഉണ്ടാകും. അത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുക്കും. ചിലപ്പോൾ ചില ചെറുക്കന്മാർക്ക് ചില മാരകമായ അസുഖങ്ങളുണ്ടാകും. അത് പറയാതെ ചില പെണ്ണുങ്ങൾക്ക് കല്യാണം. അങ്ങനെ ഈ വിവാഹ ജീവിതത്തിൽ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചതിയിൽ പെട്ടുപോകുന്ന ആൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും ചതിയും വഞ്ചനയൊക്കെ ഉണ്ട് അല്ലെ. എത്രയോ ചതിയും വഞ്ചനയുമാണ്. ആത്മീയ മേഖലയിലുണ്ടല്ലോ എത്രയോ കള്ള തൊരീക്കത്തുകൾ, കള്ള ശൈഖന്മാരുണ്ട്. കള്ള തങ്ങന്മാരൊന്നുമല്ല, പക്ഷെ തങ്ങന്മാരായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേര് അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ ഇത് ചെയ്തു തരാം, 1,00,000 രൂപ തന്നാൽ അത് ആ സിഹർ മാറ്റിത്തരാം, ഇത് മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കള്ളത്തരമുണ്ട്. ഒരുപാട് സത്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സത്യമുള്ള, ഒരുപാട് അസറുള്ള സയ്യിദന്മാരുണ്ട്. അല്ലാഹു തആല അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഒരുപാട് കള്ള ആത്മീയ ആളുകളുമുണ്ട്. അതിലൊന്നും പെട്ടുപോവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ദുന്യവിയായ ലോകത്ത് നോക്കിയാൽ എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റാണ്. എല്ലാത്തിലും ഒറിജിനൽ ഇപ്പോൾ കുറവാണ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, കള്ളക്കേസുകൾ, ചതി, വഞ്ചന, ആക്സിഡൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷ അടുത്ത ശഅബാൻ വരെ കിട്ടുന്നതാണ്. ആർക്ക്? ഒരു മനുഷ്യൻ ഈ ശഅബാൻ മാസം തീരുന്നതിന് മുമ്പ് 1000 സ്വലാത്ത് ചൊല്ലിയാൽ. അല്ലാഹു തആല അത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. തീർന്നില്ല, നമ്മളെങ്ങാനും മരിച്ചു പോയാൽ, അടുത്ത ശഅബാന് മുമ്പ് നമ്മളെങ്ങാനും മരിച്ചു പോയാൽ, നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ഈ 1000 മലക്കും വരും അവിടെ. എന്നിട്ടോ 1000 മലക്കുകൾ വന്നിട്ട് അവരിങ്ങനെ ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് അതിൻ്റെ ഒക്കെ പ്രതിഫലം ഈ ഖബറിൽ കിടക്കുന്ന നമുക്ക് തരുമെന്നാണ്. എന്താ ഓഫർ! ഇത് നമ്മൾ നഷ്ടപ്പെടുത്തണോ? എത്രമാത്രം ഓഫറുകളാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാൻ തീരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. നമുക്കറിയാവുന്ന സ്വലാത്ത്, ഇന്നാലിന്ന സ്വലാത്ത് എന്ന് പറയുന്നില്ല, അറിയാവുന്ന സ്വലാത്ത്. നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്. താജു സ്വലാത്ത്, അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത്. ഇനിയൊരു സ്വലാത്തും കൂടി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഉസ്താദെ ഞങ്ങൾക്കത് ചെല്ലാൻ പറ്റൂല എന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഇനി ഒരു പുതിയ സ്വലാത്ത് ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ ഞാനൊരു വേറെ സ്വലാത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഇബ്രാഹിമിയ സ്വലാത്തോ താജു സ്വലാത്തോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു സ്വലാത്ത് ചൊല്ലിയാലും മതിയാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് കണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുവാനും ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങൾ നേടുവാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ വലിയ ഒരു ഓഫറിൻ്റെ കാലമാണ് ഇതാ അവസാനിക്കാൻ പോകുന്നത്. ഇനി അതിനേക്കാൾ വലിയൊരു ഓഫറിൻ്റെ കാലമാണ് റമദാൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ച തമ്പുരാൻ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞോ, കമൻറ്റ് വായിച്ച് തീർക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരുപാട് പേരാണ് ഒരുപാട് വിഷമങ്ങൾ പറയുന്നത്, സങ്കടങ്ങൾ പറയുന്നത്. ഒരുപാട് നമുക്ക് വേണ്ടി, നമ്മുടെ ചാനലിന് വേണ്ടി പറയുന്ന എനിക്ക് വേണ്ടി, ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും ഖൈറും ബറക്കത്തും തരുമാറാവട്ടെ. ഒരുപാട് പേര് ചോദിച്ചു ഉസ്താദിൻ്റെ വീട് പണി എന്തായെന്ന്. വീട് പണി അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുന്നു. റമദാന് മുമ്പ് ആദ്യത്തെ ആ ഒരു വാർക്ക നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല അതൊക്കെ വേഗത്തിലും ഖൈറിലും ആക്കി തരട്ടെ. ഒരുപാട് പേര് വീട് പണി നടക്കുന്നുണ്ട് ഉസ്താദെ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ജോലി ഒന്ന് റാഹത്തായ ഒരു ജോലി കിട്ടാൻ ദ്വാരക്കാൻ പറഞ്ഞവർ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അള്ളാഹു നമ്മളെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.